എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ആ ഒരു പക്ഷി ലീഫ് വില്ലേജിൽ നിന്ന് അടിച്ചു മാറ്റിയ എല്ലാ പ്ലാന്റ്സും താഴേക്ക് ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്. അത് കണ്ട നമ്മുടെ ആൾക്കാരാവട്ടെ അവരെ കൊണ്ട് പറ്റും പോലെ ഓരോ പ്ലാന്റ്സ് ആയിട്ട് ഇപ്പൊ കളക്ട് ചെയ്യാൻ തുടങ്ങും. കുട്ടപ്പൻ അവന്റെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ ഒരുപാട് പേപ്പർ വളരെ ഹായ് ആയിട്ട് അവൻ കളക്ട് ചെയ്തോണ്ടേയിരിക്കും. ചോച്ചി അവന്റെ പൊന്തം കൈ നീട്ടി ഇപ്പൊ അവനെ കൊണ്ട് പറ്റുന്ന അത്രയും പേപ്പേഴ്സ് കളക്ട് ചെയ്യും. അപ്പൊ പ്ലാന്റ്സ് ഗ്രാമത്തിലേക്ക് തിരിച്ചു വീഴുന്ന കാര്യം നമ്മുടെ അസിസ്റ്റന്റ് ചേച്ചി ആവട്ടെ ഒക്കാഗയുടെ അടുത്ത് പോയി പറയും. അപ്പൊ വേറെടുത്ത് വന്ന് ആ ഒരു വാട്ടർ ഫോളിംഗ് വില്ലേജിലെ അവരെല്ലാവരും ഇപ്പൊ തിരികെ പോയി. എനിക്ക് തോന്നുന്നത് അവര് വെറുതെ പ്രാക്ടീസ് ചെയ്യാനാണ് ഇപ്പൊ ഗ്രാമത്തിനടുത്തേക്ക് വന്നതെന്നാണ്. കാരണം അവര് യുദ്ധം ചെയ്യാൻ വരുന്നതായിട്ട് അവരെ കണ്ടിട്ട് എനിക്ക് തോന്നിയില്ല. അത് കേട്ട് കലിപ്പടിച്ച നമ്മുടെ ഹൊക്കാഗേന്റെ ആവട്ടെ പിന്നെ എന്താവശ്യത്തിനാ എല്ലാ പട്ടാളക്കാരും ഇപ്പൊ ഗേറ്റിന് മുൻപിൽ പോയി നിൽക്കുന്നേ? എസ് ലെവൽ സെക്യൂരിറ്റി പ്രോഗ്രാം അതെല്ലാം തന്നെ ക്യാൻസൽ ചെയ്ത് അവരോട് വില്ലേജിലേക്ക് വരാനായിട്ട് ഹൊക്കാഗെ ആവട്ടെ ഇപ്പൊ ദേഷ്യപ്പെട്ട് ആ ഒരു ദൂതന്റെ അടുത്ത് പറയും. ഹൊക്കാഗെ ആന്റിക്ക് കലി കയറി അവൻ എന്നെ കളിപ്പിക്കുകയായിരുന്നു, തീർച്ചയായിട്ടും ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് പല്ലെറിമി ഗ്ലാസ് തല്ലിപ്പൊട്ടിക്കുന്ന അതേ സമയത്ത് ഇപ്പൊ സാക്കുറയും ഈനോയും അവിടേക്ക് വരും. ഗെന്നുവേടേതാണെന്ന് പറഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്ത ആ ഒരു ബോഡി അത് ഗെന്നു അപ്പൂപ്പന്റെ അല്ല. ഒരു സെക്കൻഡ് നമ്മുടെ ഹൊക്കാഗയ്ക്ക് ഒന്നും മനസ്സിലാവില്ല. ഈനോ ഓടി വന്ന് ഇപ്പൊ കുട്ടപ്പനോടും ബാക്കിയുള്ള ടീംസിനോടും അത് അപ്പൂപ്പന്റെ ബോഡി അല്ല, മറിച്ച് അത് മറ്റാരുടെയോ ബോഡിയാണെന്ന് ഇപ്പൊ അവരോട് പറയും. അപ്പൊ അവർക്ക് മനസ്സിലാവും ആ ഒരു അപ്പാപ്പൻ ഇതൊരു ട്രാപ്പ് വെച്ചതാണ്. ആൾക്ക് പകരം ഏതോ ഒരു ഡെഡ് ബോഡിയാണ് കത്തി കരിയിപ്പിച്ചിരിക്കുന്നത്. ആളെവിടേക്കോ ഇപ്പൊ രക്ഷപ്പെട്ടു പോയിരിക്കുകയാണ്. ഇവിടെ ഹൊക്കാഗെ ദേഷ്യപ്പെട്ട് അവൻ തീർച്ചയായിട്ടും രക്ഷപ്പെട്ടിട്ടുണ്ടാവും, എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിക്കണമെന്ന് പറയും. ഇവിടെ നെജി ആവട്ടെ അവൻ ഭയങ്കര കഷ്ടപ്പെട്ട് ഒരുപാട് നേരം അവിടെ മുഴുവനായിട്ടും സെർച്ച് ചെയ്ത് അവന്റെ വ്യാഹു കണ്ണുപയോഗിച്ച് വലിയൊരു ദ്വാരം അവിടെ കണ്ടുപിടിക്കും. അവനത് എല്ലാവർക്കും കാണിച്ചു കൊടുത്ത് തീർച്ചയായിട്ടും ഈ ഒരു ദ്വാരത്തിൽ കൂടെ തന്നെയാണ് ആ ഒരു വയസ്സിനപ്പാപ്പൻ രക്ഷപ്പെട്ടത്. നെജി പറയും അവൻ തീർച്ചയായിട്ടും ലീഫ് വില്ലേജിൽ തന്നെ എവിടെയോ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഒരുപാട് ദിവസം മുന്നേ തന്നെ അവൻ ഈ ദ്വാരം ഉണ്ടാക്കാനുള്ള പണികളെല്ലാം തന്നെ തുടങ്ങിയിരുന്നു. അങ്ങനെ പതിയെ പതിയെ ദ്വാരം ഇട്ടാണ് അവനിപ്പോ ഈ ഒരു സീക്രട്ട് കിടങ്ങ് തന്നെ റെഡിയാക്കി എടുത്തത്. മാത്രമല്ല ഈ ഒരു കിടങ്ങിന്റെ അതിന്റെ മേൽമണ്ണിന്റെ ഭാരം അത് വളരെ കൂടുതലാണ്. കിടങ്ങ് ഇപ്പൊ പതിയെ പതിയെ ഇടിഞ്ഞു വീണുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കിടങ്ങ് ഉപയോഗിച്ചുകൊണ്ട് ആളെ കണ്ടുപിടിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ കിബയാവട്ടെ അവന്റെ അക്കമൊരു പട്ടിക്കുട്ടിയെ കൊണ്ട് ഇപ്പൊ അവിടെ മുഴുവൻ ചെക്ക് ചെയ്യാൻ ആരംഭിക്കും. പട്ടിക്കുട്ടി ഒരുപാട് സ്മെല്ല് ചെയ്യുമെങ്കിലും അവന് കാര്യമായിട്ട് ഒരു ക്ലൂവും കിട്ടില്ല. അപ്പൊ നാറ ഇപ്പൊ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഹൊക്കാഗയുടെ അടുത്തൊന്ന് പറയും അവൻ വലിയൊരു മാസ്റ്റർ പ്ലാൻ തന്നെയാണ് ഇപ്പൊ ഇവിടെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. അവനെ തന്നെ ബ്ലാസ്റ്റ് ചെയ്യിപ്പിച്ചു എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും ശ്രദ്ധ തെറ്റിച്ച് ഗ്രാമത്തിന്റെ പുറത്തേക്ക് കൊണ്ടുപോയി അവന്റെ ബെനിഫിറ്റിന് അടുത്തുള്ള ഗ്രാമമായിട്ട് ചങ്ങാത്ത സൃഷ്ടിച്ച് അവരെ നമുക്കെതിരായിട്ട് തിരിക്കാൻ ശ്രമിച്ചു. ഇപ്പൊ അവൻ നമ്മുടെ ഗ്രാമത്തിലൂടെ എവിടെയെങ്കിലും പാട്ടും പാടി നടന്നാൽ പോലും നമുക്ക് അത്ര എളുപ്പത്തിന് അവനെ കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇതുകൊണ്ടെല്ലാം തന്നെ അവന്റെ പ്ലാൻ എന്താണെന്നോ അവൻ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്നോ നമുക്കാർക്കും ഒരു ക്ലൂ പോലും ഇപ്പൊ കിട്ടിയിട്ടില്ല. ഇപ്പൊ ഗ്രാമത്തിലുള്ള ഒരുപാട് ഷിനോബീസ് ഗ്രാമത്തിന് പുറത്താണ്. ഗ്രാമത്തിനകത്ത് ഇപ്പൊ കുറച്ച് ഷിനോബീസ് മാത്രമേ ബാക്കിയുള്ളൂ. അവന്റെ ഉദ്ദേശം അത് മറ്റൊന്നുമല്ല, എങ്ങനെയെങ്കിലും നമ്മളെ ഗ്രാമത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യുക. എന്റെ സംശയത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ എനിക്ക് എത്രയും പെട്ടെന്ന് അക്കാദമിയിലേക്ക് എത്തണം. കാരണം തിരിച്ചു കിട്ടിയ പ്ലാനുകളിൽ ഒരെണ്ണം മാത്രം മിസ്സിംഗ് ആണ്. അത് അക്കാദമിയിൽ നടത്തിയ ആ ഒരു റിപ്പയറിന്റെ പ്ലാനാണ്. അപ്പൊ ഉടനെ ഇപ്പൊ നാറ ആവട്ടെ ഹൊക്കാഗയുടെ പെർമിഷൻ മേടിച്ച് ഹിനട്ടക്കുട്ടപ്പിയെയും സാക്കുറയും അക്കാദമിയുടെ ഒരു ഭാഗം ചെക്ക് ചെയ്യാനായിട്ട് ഇപ്പൊ പറഞ്ഞയക്കും. ഹിനട്ട അവളുടെ വ്യാഹു കണ്ണുപയോഗിച്ചുകൊണ്ട് വളരെ ഡീപ്പായിട്ട് അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നെജി ആവട്ടെ ദൂരെ നിന്ന് ആ ഒരു ബിൽഡിംഗ് മുഴുവനായിട്ടും ഇപ്പൊ ക്ലോസപ്പിൽ വാച്ച് ചെയ്യും. ബിൽഡിംഗിൽ എന്തെങ്കിലും ട്രാപ്പ് സസ്പീഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്ന് വളരെ ക്ലെവർ ആയിട്ട് അവനിപ്പോ നോക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ അക്കാദമിയിൽ നിന്ന് ഇപ്പൊ ഒരുപാട് പിള്ളേര് പുറത്തേക്ക് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. കുട്ടപ്പനും ചോദിച്ചാവട്ടെ ഒരു ക്ലാസ്സിൽ കയറി ഇന്ന് എല്ലാവർക്കും അവധിയാണ്, അതുകൊണ്ട് വീട്ടിൽ പോയി അടിച്ചു പൊളിക്കാൻ പറയും. അതിന് പിള്ളേര് പറയും ഞങ്ങളോട് മാസ്റ്റർ പറഞ്ഞത് ക്ലാസ്സിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല എന്നാണ്, അത് വലിയ പാപമാണെന്ന് പറയുമ്പോ കുട്ടപ്പൻ പറയും അതൊക്കെ എന്നെ കണ്ടുപിടിക്കേ, ഞാൻ ഒരു ക്ലാസ്സിൽ പോലും നേരാവണ്ണം ഇരുന്നിട്ടില്ല, പുറത്തേക്ക് പോയി അടിച്ചു പൊളിക്കെന്ന് പറയുമ്പോ അപ്പൊ പിള്ളേര് സെറ്റ് ഇപ്പൊ വിളിച്ചു കാറും ഓടി വരണേ, രണ്ടുപേര് ഞങ്ങളെ വഴിതെറ്റിക്കാൻ നോക്കുന്നു. അതില് വേറൊരു ചെറുക്കൻ പറയും
നിങ്ങൾ ഈ സമയത്ത് പോലും ഞങ്ങളെപ്പോലുള്ള കുഞ്ഞു പിള്ളേരെ പേടിപ്പിക്കുകയാണോ വേണ്ടേ? ഗ്രാമത്തിലിപ്പോ വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ മാസ്റ്റേഴ്സ് പോലും പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇപ്പൊ തെക്ക് വടക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കുട്ടപ്പൻ അതേ ഇൻവെസ്റ്റിഗേഷൻ തന്നെയാണ് ഇപ്പൊ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് കുഞ്ഞുങ്ങളായ നിങ്ങളുടെ സഹകരണവും ഞങ്ങൾക്ക് ആവശ്യമാണെന്ന് പറയുമ്പോ ഇപ്പൊ ബാക്കി പിള്ളേര് വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങും. ചോദിച്ചാവട്ടെ അവന് കലി കയറി ഒരുണ്ട ബോളായി മാറി അവിടെയുള്ള എല്ലാ പിള്ളേരെയും ഇപ്പൊ മിരട്ടി പുറത്തേക്ക് ഓടിക്കും. പുറത്ത് ലീൻ ടെൻടണും ഇപ്പൊ ഒരുപാട് കാര്യങ്ങള് പരിശോധിക്കുന്നതിനിടയില് കുട്ടികളാവട്ടെ കത്തി എടുത്തോണ്ട് ഇപ്പൊ എങ്ങോട്ട് ഓടുന്ന കാണും. അപ്പൊ അതിലൊരു ചെക്കൻ നമുക്ക് കത്തി എറിഞ്ഞ് പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞ് അവിടുത്തെ മെയിൻ ഹോളിലേക്ക് ഓടാൻ തുടങ്ങും. നമ്മുടെ കുട്ടപ്പനും ടീംസും പണ്ട് ഇതേ ഹോളില് ടീച്ചേഴ്സ് ആരും തന്നെ കാണാതെ വന്ന് സ്നാക്സ് ഒക്കെ കഴിച്ച് വളരെ ഹായ് ആയിട്ട് മുങ്ങിക്കൊണ്ടിരുന്ന അതേ സ്ഥലമാണിത്. അപ്പൊ കുട്ടികള് കത്തി എറിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്ന കാണുമ്പോ നമ്മുടെ ആൾ ചോദിക്കും, ലീ കരഞ്ഞോണ്ട് പറയും, ചെറിയ പിള്ളേരെ കണ്ടുപിടിക്ക്, അവർ അടിപൊളിയായിട്ട് ടീച്ചർ ഇല്ലാത്തപ്പോ പോലും ഇപ്പൊ പ്രാക്ടീസ് ചെയ്യാണ്. നമ്മളൊക്കെ വെറും ഉഴപ്പന്മാരായിരുന്നു, ഇവരെ കണ്ടുപിടിക്കണം, ഇവരെ കാണുമ്പോൾ എനിക്കും പ്രാക്ടീസ് ചെയ്യാൻ തോന്നുന്നൊക്കെ പറഞ്ഞ് അവൻ കരയാൻ തുടങ്ങും. അപ്പൊ അതുകൊണ്ട് ചോദിച്ചു പറയും, എല്ലാം ശരിയാണ്, പക്ഷെ ആ ഒരു മരക്കട്ട അതുമാത്രം ഇപ്പൊ എവിടുന്ന് വന്നു? നമ്മൾ പഠിച്ച കാലത്ത് ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ കുട്ടപ്പനാവട്ടെ ഇപ്പൊ ഇടയിലൂടെ പോയിട്ട് ആ മരക്കട്ട എടുക്കാൻ ശ്രമിക്കും. അപ്പൊ അങ്ങനെ ഏതോ ഒരു ചെക്കൻ ഒരു കത്തി വലിച്ചെറിയുമ്പോ ഇപ്പൊ കുട്ടപ്പന്റെ ഹൗസിങ് തന്നെ കത്തി തകർത്ത് കളയും. ഉടനെ കുട്ടപ്പൻ ഈ ഒരു മരക്കട്ട അത് തീർച്ചയായിട്ടും ആ അപ്പൂപ്പൻ വെച്ചതായിരിക്കും. ഹിനട്ടയുടെ വ്യാഹു കണ്ണുവെച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് അവളെ കൂട്ടാനായിട്ട് ഇപ്പൊ കുട്ടപ്പൻ പുറത്തേക്ക് ഓടും. അപ്പൊ ചോച്ചി ലിയോ ആവട്ടെ ഇപ്പൊ ആ മരക്കട്ടയുടെ അടുത്ത് വന്ന് അത് പരിശോധിക്കാൻ തുടങ്ങും. അത് കണ്ട് പിള്ളേര് വിളിച്ചു പറയും, ഞങ്ങക്ക് കത്തി എറിയണം, മാറി നിക്കടാ അങ്ങോട്ട്. അതേസമയം നെജി ആവട്ടെ ഇപ്പൊ ബിൽഡിങ്ങില് ഒരു പേപ്പർ ബോംബ് പതിപ്പിച്ചതായിട്ട് കാണും. അത് പൊട്ടിത്തെറിക്കാതെ എങ്ങനെയെങ്കിലും എടുക്കണമെന്ന് പറഞ്ഞ് നെജി ആവട്ടെ അതിനുള്ള ശ്രമം തുടങ്ങും. ഇവിടെ സാക്കുറയും കുട്ടപ്പിയും ആവട്ടെ ഒരുപാട് നേരമായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോഴായിരിക്കും നമ്മുടെ കുട്ടപ്പൻ ഓടി വന്ന് ഹിനട്ടയുടെ കൈ പിടിച്ച് നമുക്കിപ്പോ പെട്ടെന്ന് ഒരിടം വരെ പോണെന്ന് പറയാ. പാവം ഹിനട്ട കുട്ടപ്പി ആവട്ടെ ഇപ്പൊ നാണിച്ച് കളമൊക്കെ വരയ്ക്കാൻ തുടങ്ങും. അതിന് സാക്കുറയ്ക്ക് കലി കയറി, വാവ്, ഈ സമയത്ത് തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പൊ കൊഞ്ചാൻ പോണല്ലേ, അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അവളാവട്ടെ അവിടെ കിടന്ന് ചാടാൻ തുടങ്ങും. കുഴപ്പമില്ല, നിങ്ങൾ തിരക്കിലാണെങ്കിൽ ഞാൻ നെജിയെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് ഇപ്പൊ കുട്ടപ്പനാവട്ടെ നെജിയുടെ അടുത്തേക്ക് ഓടും. ഇവിടെ നെജി ആ ഒരു ബോംബിനെ ഫോളോ ചെയ്ത് അതിന്റെ തൊട്ടടുത്തെത്തുമ്പോ താഴേക്ക് ചെറിയൊരു ത്രെഡ് പോയതായിട്ട് കാണും. ആ ത്രെഡില് ചെറുതായിട്ടൊന്ന് തട്ടിയാൽ പോലും ആ ഒരു ബോംബ് അത് പൊട്ടിത്തെറിക്കുമെന്ന് പറഞ്ഞ് അവൻ അതിന്റെ പിന്നാലെ പോകുമ്പോഴായിരിക്കും ആ ഒരു ത്രെഡിനെ കണക്ട് ചെയ്ത് അടുത്തൊരു ബോംബ് കാണുക. അപ്പൊ അതേ സമയത്ത് നമ്മുടെ കുട്ടപ്പൻ ഓടി വന്ന് ഇപ്പൊ നെജിയെ വിളിക്കാൻ തുടങ്ങും. അത് കേട്ട് നെജി ഇപ്പൊ കുട്ടപ്പനോട് കാര്യം തിരക്കുമ്പോ അവൻ പറയും, അക്കാദമി ഹാളിൽ ഇപ്പോ വലിയൊരു മരക്കട്ട പുതിയതായി വന്നിരിക്കുകയാണ്. അതിലെ ഒരു റെഡ് സിമ്പൽ നോക്കി ഇപ്പൊ കുട്ടികള് കത്തി വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കാന്ന് പറയുമ്പോ നമ്മുടെ നെജിക്ക് എന്തോ ഒരു കണക്ഷൻ കിട്ടും. കാരണം ആ ഒരു ബോംബുകളെല്ലാം തന്നെ ത്രെഡിലൂടെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഒരു മരക്കട്ടയിലാണ്. എത്രയും പെട്ടെന്ന് നമുക്കത് തടഞ്ഞ് എല്ലാവരെയും രക്ഷിക്കണം, അല്ലെങ്കിൽ വലിയ അപകടമാണെന്ന് പറഞ്ഞ് ഇപ്പൊ കുട്ടപ്പനും നെജിയും ടെൻടണും അവിടേക്ക് ഓടാൻ തുടങ്ങും. അതേസമയം ഇവിടെ ആവട്ടെ നമ്മുടെ ലീയും ചോച്ചിയും ആ ഒരു മരക്കട്ടയെ നോക്കി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ലീ കൈയൊക്കെ അടിച്ച് ചിയറൊക്കെ ചെയ്ത് വാവ് വലിച്ചെറി, ആ ഒരു റെഡ് പോയിന്റില് അതില് കൊള്ളിക്ക് എന്നൊക്കെ പറഞ്ഞ് അവിടെയുള്ള പിള്ളേർക്ക് ഇപ്പൊ ഫുൾ സപ്പോർട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. അവര് നോക്കി നിൽക്കുമ്പോ ഇപ്പൊ ഒരു മൊട്ടത്തലയും ചെറുക്കം കൊച്ച് ഒരു കത്തി എടുത്ത് കറക്റ്റായിട്ട് ആ ഒരു റെഡ് പോയിന്റിലേക്ക് വലിച്ചെറിയും. പക്ഷെ ജസ്റ്റ് മിസ്സിന് അത് ആ റെഡ് പോയിന്റിൽ തട്ടി അങ്ങനെ താഴെ വീഴും. അപ്പൊ അടുത്തൊരു ചെക്കൻ ഇപ്പൊ കറക്റ്റായിട്ട് എയിം വെച്ച് കത്തി വലിച്ചെറിയാൻ നോക്കുമ്പോ നമ്മുടെ നെജി ആവട്ടെ പാഞ്ഞു വീണ് നോ എന്ന് പറഞ്ഞ് അലറിയിട്ട് ഇപ്പൊ ലീന്റെ അടുത്ത് ആ ഒരു കത്തി പിടിക്കാൻ പറയും. ഇവിടെ സാക്കുറയും ഹിനട്ടയാവട്ടെ പരിശോധിക്കുന്നതിനിടയില് വലിയൊരു ശബ്ദം അക്കാദമിന്ന് കേൾക്കും. അതെന്താണെന്ന് പറഞ്ഞ് ഇപ്പൊ അക്കാദമിയിലേക്ക് നോക്കുമ്പോ ഹിനട്ട അവളുടെ എക്യുപ്മെന്റ് അത് താഴെയിട്ട സൗണ്ട് ആയിരിക്കും അവർ കേട്ടിട്ടുണ്ടാവുക. ഇവിടെ ലീ ആവട്ടെ ഒരു സെക്കൻഡ് ഫ്രീസ് ആയിട്ട് ആ കത്തി അതങ്ങനെ ക്യാച്ച് ചെയ്യും. അപ്പൊ അത് കണ്ട് ഇപ്പൊ ഒരു ചെക്കൻ വിളിച്ചു പറയും, ഞങ്ങളെ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ അനുവദിക്കില്ല അല്ലേ? തീർച്ചയായിട്ടും ഞാനിത് മാസ്റ്ററിനോട് പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞ് അവനാവട്ടെ അവിടെ കിടന്ന് കലിപ്പിടിക്കും. അത് കേട്ട് ഇപ്പൊ കുട്ടപ്പൻ ചോദിക്കും, ആരാണ് ഈ കത്തി വെച്ചേറ് അത് സ്റ്റാർട്ട് ചെയ്തത്? ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഈ പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് കുട്ടപ്പൻ ചോദിക്കുമ്പോ ആ പിള്ളേര് അവരെല്ലാവരും ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങും. അതിനാ പിള്ളേര് പറയും, അതാരാ പറഞ്ഞെന്ന് ഓർമ്മയില്ല, പക്ഷെ ഒരു അപ്പാപ്പനാണ്
ഞങ്ങളുടെ അടുത്ത് ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞത്. ഹിനട്ട അവളുടെ കണ്ണ് വെച്ച് ഇപ്പൊ പരിശോധിച്ചിട്ട് പറയും ഇവിടെ ഒരുപാട് ത്രെഡ് പോയതായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒട്ടനെ നെജി ആവട്ടെ അവന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും ഒരുപാട് സ്ഥലത്തേക്ക് ത്രെഡ് സ്പ്രെഡായിട്ട് കിടക്കുന്നതായിട്ട് അവൻ കാണാം. അവര് പുറത്തു വന്ന് ആ ഒരു ബിൽഡിങ്ങിന്റെ മേലെ നിന്ന് ഇപ്പൊ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാൻ ആരംഭിക്കും. അപ്പോഴായിരിക്കും അവര് കാണുക ആ ഒരു ബിൽഡിങ്ങിൽ നിന്ന് ഗ്രാമത്തിലുള്ള എല്ലാ വീട്ടിലേക്കും ഇപ്പൊ ത്രെഡ് പോയിരിക്കുകയാണ്. വീടുകളിലെല്ലാം തന്നെ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും പേപ്പർ ബോംബ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് കണ്ട് നമ്മുടെ ആൾക്കാർ ഞെട്ടിപ്പോവും. അവർ വണ്ടർ അടിച്ച് പേടിച്ച് വിറച്ച് നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.